ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ് എന്ന ഭാഗത്തിൻ്റെ 9ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വിന്നേഴ്സ് അക്കാദമിയുടെ ക്ലാസ്സുകളാകുന്നു. ഞാൻ രാജൻ മാഷ് ഒരു 40-ലധികം വർഷം കുട്ടികളെ പഠിപ്പിച്ച പരിചയസമ്പത്ത് എനിക്കുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് 6-ാം തീയതി തുടങ്ങുന്ന +1 കുട്ടികൾക്ക് അനിവാര്യമായ എല്ലാ പരീക്ഷകളിലും സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനൽ അക്കൗണ്ട്സിനെ കുറിച്ചാണ്. ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് എൻഡ് പ്രോഡക്റ്റ് ഓഫ് ബിസിനസ് കൺസേൺ, ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ് ഫൈനൽ അക്കൗണ്ട്. ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും കൂടിയാണ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. വരവുകളുടെയും ചെലവുകളുടെയും അക്കൗണ്ട് എഴുതി ഒരു വ്യാപാരത്തിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വരയ്ക്കുന്നതാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്നാൽ ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക നില മനസ്സിലാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. ഇതിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചിരുന്നു. ഇന്ന് പറയാൻ പോകുന്നത് ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ അക്കൗണ്ട്, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു വൺ ബോഡി ചോദിക്കും ബാലൻസ് ഷീറ്റ് ഈസ് എ ഡാഷ്, അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ഓർത്തിരിക്കും. സെറ്റിംഗ് ഫോർ ദ വേരിയസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്, ഒരു പ്രത്യേക ദിവസത്തെ, ഒരു വർഷത്തെ, ഒരു മാസത്തെ അല്ല, ഒരു ദിവസമാണ് ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 ഡിസംബർ അല്ലെങ്കിൽ മാർച്ച് 2024 അല്ലെങ്കിൽ 25 എന്നാണ് എഴുതുന്നത്. ഹെഡിങ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 ഡിസംബർ 2020. ഇതിന് ലയബിലിറ്റി സൈഡ് എമൗണ്ട്, അസറ്റ് സൈഡ് എമൗണ്ട്, ഇങ്ങനെ 4 കോളം തിരിക്കുന്നു. ലയബിലിറ്റി സൈഡിൽ പ്രധാനമായിട്ടും വരുന്ന ഏറ്റവും ക്യാപിറ്റൽ ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡ്രോയിങ്സ്, പിന്നെ ലോങ് ടേം ലോൺ ഉണ്ടെങ്കിൽ സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ തുടങ്ങിയാണ് പൊതുവായ ലയബിലിറ്റീസ്. അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത് ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, മെഷീനറി തുടങ്ങിയവ. കറണ്ട് അസറ്റ്സ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ബിൽസ് റിസീവർ. ഇതെഴുതി തുല്യമാകുമ്പോൾ രണ്ട് സൈഡും തുല്യമായിരിക്കും. ഇതാണ് ഒരു സിമ്പിൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിനെ പറ്റി നല്ല ഗ്രാഹ്യം ഉണ്ടാകണം. അസറ്റ്സും ലയബിലിറ്റീസും സ്വത്തുക്കളും ബാധ്യതകളും എടുത്തരുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. ഇതിനകത്ത് ചെലവുകളും വരവുകളും ഉണ്ടാവില്ല. ഇതിനകത്ത് വരുന്നത് മുഴുവൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ റെസീറ്റ്സുമാണ്. എക്സ്പെൻഡിച്ചർ നമ്മൾ 2 തരത്തിരിക്കുന്നു. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ. ആവർത്തനമുള്ള ചെലവുകളെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും വല്ലപ്പോഴും ഉണ്ടാകുന്ന ആവർത്തനമില്ലാത്ത ചെലവുകളെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കും. ഏതൊരു അസറ്റും ഇൻവെസ്റ്റ്മെൻറ്റും മേടിക്കുമ്പോൾ മുടക്കുന്ന പണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഇതുപോലെ തന്നെ റെസീറ്റ്സും ഉണ്ട്. എല്ലാ ദിവസവും, എല്ലാ മാസവും, എല്ലാ ആഴ്ചയിലും ഉണ്ടാകുന്ന വരവുകൾ റവന്യൂ റെസീറ്റ്സും. എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന വരവുകൾ ക്യാപിറ്റൽ റെസീറ്റ്സും ആകുന്നു. ഉദാഹരണത്തിന് സെയിൽ ഓഫ് മിഷനറി ദിവസവും വിൽക്കില്ല, എപ്പോഴെങ്കിലും വിൽക്കുള്ളൂ. ഇത് ക്യാപിറ്റൽ റെസീറ്റ്സാണ്. എന്നാൽ റെന്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അത് റവന്യൂ റെസീറ്റാണ്. ഈ റവന്യൂ റെസീറ്റ്സുകൾക്കും റവന്യൂ എക്സ്പെൻഡിച്ചറിനും ബാലൻസ് ഷീറ്റിൽ യാതൊരു സ്ഥാനവും ഇല്ല. ഓർമ്മ സൂക്ഷിക്കേണ്ട an important point to be noted that ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ റെസീറ്റ്സും മാത്രമേ ബാലൻസ് ഷീറ്റിൽ വരികയുള്ളൂ. റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ ഇൻകം എഴുതുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. റവന്യൂ റെസീറ്റ്സ് എന്ന് പറയുന്നത് സെയിൽസ്, റെന്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് തുടങ്ങിയ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് പർച്ചേസ്, വേജസ്, സാലറീസ്, ക്യാരേജ്, അഡ്വർടൈസ്മെൻറ്റ്, പ്രിൻറ്റിങ്, സ്റ്റേഷനറി തുടങ്ങിയ ചിലവുകൾ. ഇതിനെല്ലാം സ്ഥാനം
trading and profit and loss account. These items have no place in balance sheet. Balance sheet ഇത്ര ഐറ്റമിന് യാതൊരു സ്ഥാനവും ഇല്ല. ബാലൻസ് ഷീറ്റിൽ വരുന്നത് ഒന്നുകിൽ ക്യാപിറ്റൽ റിസീപ്സും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും മാത്രമേ ബാലൻസ് ഷീറ്റിൽ വരികയുള്ളൂ. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ബൈയും ടൂവും ഉണ്ടാവില്ല. ബാലൻസ് ഷീറ്റിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് ലയബിലിറ്റി സൈഡ്, എമൗണ്ട്, അസറ്റ്സ്, എമൗണ്ട്, ലയബിലിറ്റി സൈഡിൽ ഫസ്റ്റ് ഐറ്റം ക്യാപിറ്റൽ, then add current year profit, that is net profit from profit and loss account, then less drawings, withdrawal of money by the proprietor for domestic or private use, then long term loans അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ മോർഗേജ്, ഇതൊക്കെ ദീർഘകാല വായ്പകളാണ്. പിന്നെ കറണ്ട് ലയബിലിറ്റീസ് ആയ സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് തുടങ്ങിയ ലയബിലിറ്റി സൈഡിൽ വരും. അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത് ടാഞ്ചിബിൾ ആണെങ്കിലും ഇൻടാഞ്ചിബിൾ ആണെങ്കിലും അസറ്റ് സൈഡിലുണ്ടാകും. കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ അസറ്റ്സുകളെല്ലാം ഫിക്സഡ് അസറ്റ്സിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണപ്പെടും. അതുകൂടാതെ കറണ്ട് assets means the assets which can be easily converted into cash within a short period. ചുരുങ്ങിയ സമയം കൊണ്ട് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റ്സിനെയാണ് കറണ്ട് അസറ്റ്സ് എന്ന് വിളിക്കുക. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്, സൺട്രി ഡെറ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾ, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, അക്രൂഡ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസ് തുടങ്ങിയ 8ഓളം കറണ്ട് അസറ്റ്സ്. എൻ്റെ ലിസ്റ്റ് അറിഞ്ഞിരുന്നാൽ ചിലപ്പോൾ ചോദിക്കും ഗുഡ്വിൽ ഈസ് എ ഡാഷ് അസറ്റ്. എന്നിട്ട് ചോയ്സ് തരും: ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്. ഫിക്സഡ് അസറ്റ് ആണെങ്കിലും അതിൽ ഇൻടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണമാണ് ഗുഡ്വിൽ. ഓർമ്മ വെച്ചുകൊള്ളുക, ഗുഡ്വിൽ എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഇറ്റ് കനോട്ട് ബി ടച്ച്ഡ് ഓർ സീൻ, കാണാനോ തൊടാനോ പറ്റാത്ത അസറ്റ്സിനെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് എ ഡാഷ്. ഫിക്സഡ് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്സ്, വേസ്റ്റിംഗ് അസറ്റ്, കറണ്ട് അസറ്റ് എന്ന് ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ അത് ക്ലോസിംഗ് സ്റ്റോക്ക് കറണ്ട് അസറ്റിന് ഉദാഹരണമാണ്. അപ്പോൾ ഈ അസറ്റിനെ പറ്റി ലയബിലിറ്റിയെ പറ്റി നല്ല ധാരണ ഉണ്ടാകണം. അസറ്റ്സ് ഫിക്സഡ് അസറ്റും ഉണ്ട്, കറണ്ട് അസറ്റും ഉണ്ട്. വല്ലപ്പോഴും ഉണ്ടാകുന്ന, വല്ലപ്പോഴും വാങ്ങിക്കുന്ന അസറ്റ്സ് ആണ് ഫിക്സഡ് അസറ്റ്. എല്ലായ്പ്പോഴും എല്ലാ ദിവസവും എല്ലാ മാസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസറ്റ്സിനെയാണ് കറണ്ട് അസറ്റ്സ് എന്ന് വിളിക്കുക. കറണ്ട് അസറ്റ്സ് വളരെ എളുപ്പത്തിൽ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റാകുന്നു. ഫിക്സഡ് അസറ്റിന് സമയമെടുക്കും ക്യാഷ് ആക്കി മാറ്റാൻ. ഫോർ എക്സാമ്പിൾ, എല്ലാ ഫിക്സഡ് അസറ്റ്, ലാൻഡ്, ബിൽഡിങ്, മെഷീനറി, ഫർണിച്ചർ, ഫിക്സേഴ്സ്, ഫിറ്റിങ്സ് തുടങ്ങിയ അസറ്റുകളെല്ലാം ഫിക്സഡ് അസറ്റ്സിൻ്റെ ഗ്രൂപ്പിലാണ് വരുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റില്ല. ലാൻഡ് ബിൽഡിങ്ങും വിറ്റ് കാശ് ആക്കണമെങ്കിൽ കുറേ സമയമെടുക്കും. അതുകൊണ്ടാണ് അതിന് റിക്കറിങ് നേച്ചർ ഇല്ല, നോൺ റിക്കറിങ് നേച്ചറാണ്, ആവർത്തനമില്ലാത്ത ഐറ്റമാണെന്ന് പറയുന്നു. അത് ഫിക്സഡ് അസറ്റ്സിൻ്റെ ഗ്രൂപ്പിൽ വരും. പിന്നെ അതുകൂടാതെ കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്, സൺട്രി ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, അക്രൂഡ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസ് തുടങ്ങിയ 8ഓളം കറണ്ട് അസറ്റ്. അതുപോലെ കറണ്ട് ലയബിലിറ്റീസും ഏതാണ്ട് 7 കറണ്ട് ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അൺമെയ്ഡ് ഇൻകം, ഡിവിഡൻഡ് പേയബിൾ, ടാക്സ് പേയബിൾ തുടങ്ങിയ 7ഓളം കറണ്ട് ലയബിലിറ്റീസ് വരും. ഈ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും അസറ്റ് സൈഡിൽ ലയബിലിറ്റി സൈഡിൽ വരുന്നതും ബാലൻസ് ഷീറ്റ് തുല്യമാകണം. നിർബന്ധമായും ബാലൻസ് ഷീറ്റ് തുല്യമാകണം. ബാലൻസ് ഷീറ്റ് നമ്മളെ ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക നിലയെ കാണിക്കുന്നതാണ്. ബാലൻസ് ഷീറ്റിൻ്റെ തുല്യത നമ്മുടെ കണക്കിൻ്റെ ആക്യുറസിയെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ബാലൻസ് ഷീറ്റ് നിർബന്ധമായിട്ടും എല്ലാ സ്ഥാപനങ്ങളിലും തുല്യമായിരിക്കും. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് കൂടുന്നതിനെയാണ് ഫൈനൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. ദിസ് മച്ച് ഓൺലി അബൌട്ട് ഫൈനൽ അക്കൗണ്ട്സ്. ക്ലാസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആവശ്യമുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കണ്ട. എന്തെങ്കിലും പലതിൽ സംശയം തോന്നി